ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമുക്കിതിൽ എങ്ങനെയാണ് ഒരു കോഴ്സിന്റെ അടിത്തറ പാകുന്നതെന്ന് നോക്കാം. അടിത്തറ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കോഴ്സിൽ നമ്മൾ ആക്ടിവിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ അതിനൊരു ഫൗണ്ടേഷൻ, ഒരു ഫ്രെയിം വേണം. നമുക്ക് നോക്കാം എങ്ങനെയത് ചെയ്യാം. ആദ്യമായി ഞാൻ ലോഗിൻ ചെയ്യാണ്. ലോഗിൻ ഐ ഡി കൊടുക്കുന്നു. ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്തപ്പോൾ നമുക്ക് എൻ്റെ ഹോം പേജിൽ ഇത്രയും കോഴ്സുകൾ കാണുന്നുണ്ട്. നമുക്ക് തൽക്കാലം വർക്ക് ചെയ്യാൻ വേണ്ടി ഈ കോഴ്സ് എടുക്കാം. ഞാനിതൊരു നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം, നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം, +2 ഇംഗ്ലീഷ്. അപ്പോൾ ആദ്യമായി ഈ +2 ഇംഗ്ലീഷ് എന്നുള്ളത് ഒരു കോഴ്സിന്റെ പേരാണ്. ഈ കോഴ്സിന്റെ പേര് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. ഇന്നലെ എല്ലാവരും പ്രൊഫൈലൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് ആക്ഷൻസ് മെനു, എഡിറ്റ് സെറ്റിംഗ്സ്. എഡിറ്റ് സെറ്റിംഗ്സിൽ പോയിട്ട് കാണുന്ന ഫ്രെയിമിൽ, so we have to find out a name for the course. ഇപ്പോൾ മലയാളം ആണെങ്കിൽ +2 മലയാളം, സോഷ്യൽ വർക്ക് ആണെങ്കിൽ സോഷ്യൽ വർക്ക്, സയൻസ് ആണെങ്കിൽ സയൻസ് വിഷയങ്ങളാണെങ്കിൽ +2 ഫിസിക്സ് മാത്സ്, എന്തെങ്കിലും ഹെഡിങ് കൊടുക്കുന്നു, ടൈറ്റിൽ. So this is the title of the course. And now we can also think of a short name. കോഴ്സിൻ്റെ ഒരു ചെറിയ പേര്, ഇംഗ്ലീഷ് എന്നോ ബയോളജി എന്നോ ബയോ എന്നോ എന്തും കൊടുക്കാം. സോഷ്യൽ വർക്കിന് SW എന്നോ എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൗകര്യം അനുസരിച്ച്. ഇനി അടിയിൽ ഇവിടെ നമ്മൾക്കൊരു ഇൻട്രോ കൊടുക്കാം. ഞാൻ ഈ ഇംഗ്ലീഷിന് ഒരു ഇൻട്രോ കൊടുത്തിരിക്കുന്നത്, ദിസ് കോഴ്സ് കണ്ടെയ്ൻസ് 5 units with 5 themes. Prominent themes like women empowerment, harmony, entrepreneurship, dignity of labor, sustainable living. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇംഗ്ലീഷിലുള്ള തീംസ്. ഞാനതിന് ചെറിയൊരു ഇൻട്രോ കൊടുത്തു. ഈ ഇൻട്രോ കൊടുത്ത ടെക്സ്റ്റ് നമ്മൾ സാധാരണ ഇതിനൊരു എഡിറ്ററാണിത്. ഇതിലേക്ക് മോഡിലേക്ക് നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു എഡിറ്റർ, ഇവിടെ കുറച്ച് ലിങ്ക് ഉണ്ട്, ഇവിടെ ഐക്കൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ബോൾഡ് ആക്കാം. ഇത് ക്ലിക്ക് ചെയ്താൽ ബോൾഡ് ആവും. ഇത് ക്ലിക്ക് ചെയ്താൽ ഇറ്റാലിക് ചെരിഞ്ഞ് വരും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലിസ്റ്റ് ആയിട്ട് എടുക്കാം. 1, 2, 3 കണ്ടില്ല. ഇപ്പോൾ ഇത് ഒരു പോയിന്റേ ഉള്ളൂ, ഇപ്പോൾ ഒരു ലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീണ്ടും പഴയതിലേക്ക് ഇടാം. ഇവിടെ 1, 2, 3 എന്നുള്ളത് കുറേ പോയിന്റ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ കൊടുക്കുന്നത് 3-4 പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി ഇതിൽ വല്ല ലിങ്ക് കൊടുക്കണം. ഇപ്പോൾ SCERTയുടെ പുസ്തകത്തിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ SCERTയുടെ ലിങ്ക് ഇവിടെ കൊടുക്കാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ SCERTയുടെ ഒരു ലിങ്ക് കൊടുക്കും. ഞാനൊരു SCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ലിങ്ക് എടുക്കുകയാണ്. SCERT ടെക്സ്റ്റ് ബുക്സ്, SCERT ടെക്സ്റ്റ് ബുക്കിന്റെ ലിങ്ക് കൊടുക്കുന്നു. സമഗ്രയുടെ ലിങ്ക് കൊടുക്കാം നമുക്ക്. ഓക്കെ, സമഗ്ര. ഈ സമഗ്രയുടെ ലിങ്ക് എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത്, ലെറ്റ് മീ സൈൻ ഔട്ട്. ഓക്കെ, സൈൻഡ് ഇൻ ആയിരുന്നു. ഓക്കെ, ഞാൻ ഈ സമഗ്രയുടെ ലിങ്ക് എടുത്തു, ഇത് കോപ്പി ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഇതിലൊരു ലിങ്ക് കൊടുക്കുകയാണ്. ഈ ഡിസ്ക്രിപ്ഷനകത്ത് തന്നെ ഞാൻ ഈ സമഗ്രയുടെ ലിങ്ക് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു, എന്നിട്ട് ക്രിയേറ്റ് ലിങ്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ ഇൻട്രോയിൽ തന്നെ ഇപ്പം എന്ത് വന്നു, ഒരു ഇൻട്രൊഡക്ഷൻ വന്നു, കൂടാതെ സമഗ്രയുടെ ഒരു ലിങ്കും വന്നു. നമുക്ക് കാണാം എങ്ങനെയാണത് കാണുന്നത്. നമുക്ക് അവസാനം നോക്കാം. ഇപ്പം ഇത്രയും കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഇനീഷ്യൽ കോഴ്സിന്റെ പേര് കൊടുത്തു, ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ ഒരു തുടക്കം, ഒരു ചെറിയ രീതിയിലുള്ള തുടക്കം നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാനും സാധിക്കും. ഓക്കെ, ഇനി കോഴ്സ് ഫോർമാറ്റ് ഇപ്പം ചെയ്യണമെന്നില്ല. അപ്പിയറൻസ് ഒക്കെ നമുക്ക് പിന്നീട് കുറച്ചുകൂടി നമുക്ക് നിയന്ത്രണം കയ്യിൽ കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റും. ഇത് സേവ് ചെയ്യാൻ പോകണം. അപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് കോഴ്സിന്റെ പേര് വന്നു, ഇതാണ് നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന പേര് വന്നു. അതിനടിയിൽ ഇൻട്രോ വന്നിട്ടുണ്ട്. നമുക്കത് എവിടെയാണെന്ന് പിന്നെ നോക്കാം. ഇപ്പം നോക്കുന്നില്ല, അത് ഇപ്പം ചെയ്യുന്നില്ല. അത് ഇൻട്രോ കോഴ്സ് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചത്. ഓക്കെ, ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ ടോപ്പിക് 1, 2, 3, 4, 5 എന്ന് കാണാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ടോപ്പിക്കുകൾ എഡിറ്റ് ചെയ്യലാണ്.
ആദ്യമായി നമുക്ക് വെൽക്കം എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് സെക്ഷൻ എന്ന് പറയാം. മോഡൽ കോഴ്സുകളിൽ കുറേ സെക്ഷൻസ് ഉണ്ട്. ഇത് ഈ രീതിയിൽ വന്നത് നമ്മൾ നേരത്തെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. ഒന്നുകൂടി ബാക്കോട്ട് പോകാം. നമ്മൾ എഡിറ്റ് സെറ്റിംഗ്സ് എടുക്കാം. നമ്മൾ ഏത് രീതിയിലാണ് കോഴ്സാണോ ഡിസൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നേരത്തെ തന്നെ തീരുമാനിക്കാൻ പറ്റും. അത് ഇവിടെയുണ്ട്. ഫോർമാറ്റ്, കോഴ്സ് ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഉണ്ട്, ലിങ്ക് ഉണ്ട്. ഈ കോഴ്സ് ഫോർമാറ്റിൽ ടോപ്പിക്സ് ഫോർമാറ്റാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് കാണുന്നത്, ഈ ടോപ്പിക് 1 to 3 എന്ന് കാണുന്നത്. ഓക്കെ, അത് സെക്ഷൻസ് ആണ്. ഇനി നമുക്ക് ഓരോ സെക്ഷൻ എടുക്കുമ്പോൾ വെൽക്കം എന്നുള്ള സെക്ഷൻ എടുക്കുകയാണ്. വെൽക്കം എന്നുള്ള സെക്ഷൻ എടുക്കുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, വെൽക്കം എന്നുള്ള സെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാം. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇത് വെൽക്കം സെക്ഷനിൽ എന്താ അപ്പോൾ ഒന്നും കാണില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, എഡിറ്റ് ഒന്നുകൂടി നമ്മൾ നേരത്തെ ചെയ്ത ആക്ഷൻസ് മെനുവിലേക്ക് പോകുന്നു. ടേൺ എഡിറ്റിംഗ് ഓൺ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ടേൺ എഡിറ്റിംഗ് ഓൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ എഡിറ്റ്, ഇവിടെ നോക്കാം, എഡിറ്റ് ടോപ്പിക് നെയിം. ഇവിടെ ടോപ്പിക്കിന്റെ പേര് ഞാനിവിടെ ആദ്യത്തെ ടോപ്പിക് ഞാൻ വെൽക്കം മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് വെൽക്കം തന്നെ കിടക്കാൻ വേണം. വെൽക്കം മെസ്സേജ് കൊടുത്തു. ഇനി വെൽക്കം മെസ്സേജിനകത്ത് എന്തെങ്കിലും പോസ്റ്ററോ മറ്റോ ചെയ്യണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും പോസ്റ്ററോ മറ്റോ ചെയ്യണമെങ്കിൽ അങ്ങനെയും ആവാം. അപ്പൊ ഈ രീതിയിൽ നമ്മൾ കോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ കോഴ്സിന്റെ പേര് കൊടുക്കുന്നത് പഠിച്ചു. അതിലെങ്ങനെ സെക്ഷൻസ് ആഡ് ചെയ്യുന്ന എന്നുള്ളത് അതും കൂടി മനസ്സിലാക്കി. നമുക്ക് ഒന്നുകൂടി ഇനി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. കോഴ്സിന് പേര് കൊടുക്കുക. ചില ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടാവും, എന്നാലും എല്ലാവരും കോഴ്സിന് പേര് കൊടുക്കുക, ചെറിയൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, സേവ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം.